പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പട്ടും താലിയും ചാർത്തൽ ഭക്തിസാന്ദ്രമായി. ചിക്കരക്കുട്ടികൾ അടക്കമുള്ള 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് പട്ടും താലിയും ചാർത്തൽ ചടങ്ങിൽ പങ്കെടുത്തത്. SNDP യോഗം ജനറൽ സെക്രട്ടറിയും ദേവസ്വം പ്രസിഡന്റുമായ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും സന്നിഹിതരായിരുന്നു. ചരിത്രപ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ താലിചാർത്തുത്സവം ഭക്തിസാന്ദ്രമായി. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് പട്ടും താലിയും ചാർത്ത് മഹോത്സവം. സർവാഭരണ വിഭൂഷിതയായ കണിച്ചുകുളങ്ങര ദേവിയെ ദർശിക്കാൻ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയിരുന്നത്. മുഴുവൻ ചിക്കരക്കുട്ടികളും അരയിലും തലയിലും ചെമ്പട്ട് കെട്ടി ആടയാഭരണങ്ങളും കിരീടവും അണിഞ്ഞാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ പൂജകൾക്ക് ശേഷം നിലവറ തുറന്ന് ദേവിയുടെ ആഭരണങ്ങളും ആയുധങ്ങളും പുറത്തെടുത്ത് അവകാശികളായ തട്ടാനെയും കൊല്ലപ്പണിക്കാരനെയും ഏൽപ്പിച്ചു. ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ദേവസ്വം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ മിനുക്കുപണി നടത്തി. ആഭരണങ്ങൾ പ്രത്യേക പൂജകൾക്ക് ശേഷം തിരുവാഭരണ ഘോഷയാത്രയായി എത്തിച്ച് ശാന്തിക്ക് കൈമാറി. തുടർന്ന് ഉച്ചയ്ക്ക് 12-നായിരുന്നു പട്ടും താലിയും ചാർത്തൽ ചടങ്ങ് നടന്നത്. ദേവസ്വം പ്രസിഡന്റും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു.